52 MVD വാഹനങ്ങളുടെ മാറ്റിവെച്ച ഫ്ളാഗ് ഓഫ് ചടങ്ങ് നാളെ രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. സംഘാടനത്തിലെ വീഴ്ചയെ തുടർന്ന് നേരത്തെ ചടങ്ങ് മാറ്റിവെച്ചിരുന്നു. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, മുൻപുണ്ടായിരുന്ന വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗതാഗത വകുപ്പ് അതിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ഈ മാറ്റിവെച്ച 52 വാഹനങ്ങളുടെ MVDക്ക് പുതുതായി വാങ്ങിയ വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പേരൂർക്കട KSRTCയുടെ തന്നെ ബസ് ഡിപ്പോയിൽ വെച്ചായിരിക്കും ഈ ചടങ്ങ് സംഘടിപ്പിക്കുക. നേരത്തെ കനകക്കുന്ന് വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 29-നാണ് ഈ 52 വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് കനകക്കുന്ന് വൈകുന്നേരം ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയും മന്ത്രിയടക്കം ചടങ്ങിന് പങ്കെടുക്കാൻ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ മന്ത്രി പ്രതീക്ഷിച്ച ആൾക്കാരുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ വാഹനങ്ങൾ ഒരു ക്രമമായി ഭംഗിയായി നിരത്തിയിട്ടതിന് ശേഷം ഫ്ലാഗ് ഓഫ് എന്ന ചടങ്ങായിരുന്നു നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ ഉദ്ദേശിച്ച തരത്തിൽ ഈ ചടങ്ങ് നടത്താൻ സാധിച്ചില്ല. അത് സംഘാടനത്തിലെ വലിയ വീഴ്ചയാണെന്ന് മന്ത്രി പരസ്യമായി തന്നെ അവിടെ വെച്ച് ഉദ്യോഗസ്ഥരെ ശാസിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഈ ചടങ്ങ് ഉപേക്ഷിക്കുന്നതായും പിന്നീട് നടത്തുമെന്നും അറിയിച്ചു. മാത്രമല്ല അന്ന് ഈ സംഘാടനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജോയിയോട് ഇതിന് മറുപടി നൽകാനും നോട്ടീസ് നൽകിയിരുന്നു. അതനുസരിച്ച് അദ്ദേഹം മന്ത്രിക്ക് മുന്നിലും വിശദീകരണം നൽകിയിരുന്നു. അതിങ്ങനെയായിരുന്നു: കാരണം ഈ വാഹനങ്ങൾ അവിടെ ക്രമമായി നിരത്തിയിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ വാഹനം മുന്നിലേക്ക് കയറ്റിയിടാൻ അത് ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറ്റിയിടാൻ അവിടെ നിന്ന ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. ഈ ടൈൽസ് പാകിയ ഇടമായതിനാൽ തന്നെ വാഹനങ്ങൾ മുന്നോട്ട് കയറ്റിവിടാൻ ഈ സെക്യൂരിറ്റി ജീവനക്കാർ അനുവദിച്ചില്ല എന്ന വിശദീകരണവുമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. ഈ വിശദീകരണത്തിന്മേൽ കാര്യമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ സംഘാടനത്തിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് മന്ത്രി